ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവളിത് എവിടെയാണ് നടന്ന് പോകുന്നതെന്ന് നിങ്ങൾ വീഡിയോയിൽ വിചാരിക്കണ്ട. ഇതൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഞാനിപ്പോൾ മോളെ ഒന്നും എടുത്തിട്ടില്ല, പുറത്തേക്കൊന്ന് പോകുന്നത്. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവളെ ഉറക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇന്ന് കർക്കിടകം തുടങ്ങുന്നതിൻ്റെ 2 ദിവസം മുമ്പിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഫസ്റ്റ് ഞാൻ പുറത്ത് പോയത് എന്തിനാന്ന് വെച്ചാൽ മോൾക്ക് കുറച്ച് ബേക്കറി ബിസ്ക്കറ്റൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ബിസ്ക്കറ്റ് ഇവള് ഭക്ഷണം കഴിക്കാറില്ല. പിന്നെ അമ്മേൻ്റെ ഫോണിൻ്റെ കവറ് മാറ്റാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചായക്കടിയും കൂടി വാങ്ങാനുണ്ടായിരുന്നേ. എപ്പോഴൊന്നും വാങ്ങാറില്ല ഇതുപോലത്തെ സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് നടന്നു. കുഞ്ഞിനെ എടുത്താൽ ശരിയാവില്ല, മഴയൊക്കെ ഉള്ളതുകൊണ്ട് അവളെ കൂട്ടാണ്ടാണ് ഞാൻ പോയത്. പിന്നെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഇന്ന് മുത്തപ്പൻ എന്താ പറയുക വെള്ളാട്ടമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കർക്കിടകം തുടങ്ങുന്നതിൻ്റെ 2 ദിവസം മുമ്പിട്ടുള്ള വീഡിയോ ഇത്, സംക്രമത്തിനും തലേന്ന്. അപ്പോൾ ഇന്നിവിടെ നമുക്ക് ഈ തലശ്ശേരി ഭാഗത്ത് വടക്കേ മലബാർ മേഖലയിൽ ദൈവം മലകയറുക എന്ന് പറയും, മുത്തപ്പൻ മലകയറി പോവുക എന്ന് പറയും. പിന്നെ അമ്പലത്തിൽ പോയിട്ട് കാവിലൊന്നും പോയിട്ട് കാര്യമില്ല, അവിടെ ദൈവങ്ങൾ ഉണ്ടാവില്ല, അങ്ങനെയാണ് പറയുക. വിളി കേൾക്കൂല എന്നാണ് പറയുക. അപ്പോൾ ഞാൻ വീട്ടിൻ്റെ അടുത്തുള്ള മഠത്തിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ്. അപ്പോൾ സന്ധ്യയ്ക്ക് ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് വേഗം ഇറങ്ങി. അപ്പോഴേക്കും മോള് എഴുന്നേറ്റ് അവളെ മൂടൊക്കെ ഓക്കെ ആക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് പിന്നെ ഇറങ്ങിയത്. കുറച്ചേ ഉള്ളൂ, ഞാൻ തറേൻ്റെയൊക്കെ വീഡിയോ ഇട്ടിരുന്നല്ലോ മുൻപേ. എൻ്റെ ആദ്യമുള്ള കൂട്ടുകാർക്കറിയാം, വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രം എല്ലാം ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഞങ്ങളവിടെ എത്തുമ്പം തന്നെ മുത്തപ്പൻ്റെ തെയ്യം എന്താ പറയുക വെള്ളാട്ടം തുടങ്ങിയിരുന്നു. അപ്പോൾ സന്ധ്യാസമയമായതുകൊണ്ട് മുൻപിലത്തെ പാടത്തിലെല്ലാം വെള്ളം നിറഞ്ഞ് നല്ല ഭംഗിയുണ്ടായി കാണാൻ. അത്യാവശ്യം ആൾക്കാരും ഉണ്ടായിരുന്നു അന്നേ, കാരണം ഇത് പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്നത്തെ ദിവസം പിന്നെ 1 മാസം കഴിഞ്ഞിട്ടാണല്ലോ മുത്തപ്പനെ കാണാൻ പറ്റുക. അതുകൊണ്ട് കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം മുത്തപ്പൻ്റെ തെയ്യം കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കാണുന്നത് മുത്തപ്പൻ മല കയറുന്ന സമയത്ത് അങ്ങനെ എന്തോ ചടങ്ങാണ്. മുത്തപ്പൻ പറയുന്നത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതൊന്നും ഇവിടെ നമ്മളെ കണ്ണൂർ കാസർഗോഡ് ജില്ല ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. അതാണ് ഞാൻ മുത്തപ്പനെ കൂടുതലായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പലരും ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ തെയ്യത്തിൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ മുത്തപ്പൻ്റെ തെയ്യമൊക്കെ കഴിഞ്ഞ നേരം അവിടെ മുത്തപ്പൻ്റെ പ്രസാദവും കഴിച്ചു.
രാത്രിയത്തെ ഭക്ഷണം ഉപ്മാവ് ഉണ്ടായിരുന്നു, അതും കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. എല്ലാവരും ഫുൾ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.